ഇന്ന് ഇടുക്കിയിലെ ആനയിറങ്ങൽ ഡാമിന് സമീപത്ത് ചക്കക്കൊമ്പൻ നന്നായിട്ടൊന്ന് വിലസി. കുറച്ചധികം നേരം ഗതാഗത തടസ്സമുണ്ടാക്കി ചക്കക്കൊമ്പൻ. അപ്പോൾ അവസാനം RRT സംഘം ആളുകളെത്തിയാണ് ചക്കക്കൊമ്പനെ കാട്ടിലേക്ക് തുരത്തിയത്. ചക്കക്കൊമ്പൻ്റെ കഥയുമായി ടെലിഫോണിൽ ചേരുന്നു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. പറയൂ രാഹുൽ വിജയൻ. നമ്മുടെ അരിക്കൊമ്പന്റെ പിൻഗാമിയാണ് ഈ ചക്കക്കൊമ്പൻ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അത് ഇപ്പോൾ നാട്ടിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ആനയിറങ്ങൽ ഡാമും കടന്ന്, അതായത് ചിന്നക്കനാലിൽ നിന്ന് ആനയിറങ്ങൽ ഡാമും കടന്ന് ദേശീയപാതയിലേക്ക് കയറി. ഏകദേശം ഒരു 20 മിനിറ്റോളം ആ ദേശീയപാതയിലൂടെ സുഖമായി ആന നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നീട് RRT സംഘം എത്തി ആനയെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഒരുപാട് പണിപ്പെട്ടാണ് ആന ശങ്കരപാണ്ഡ്യ മേട്ടിലേക്ക് കയറിപ്പോയത്. ഒരുപാട് നേരം ഗതാഗത തടസ്സമുണ്ടായി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും അത് ശങ്കരപാണ്ഡ്യ മേട്ടിൽ നിന്ന് ആനയിറങ്ങൽ ഡാമിന്റെ ഭാഗത്തേക്ക് നാളെയോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ പോകുന്നവർ, ദേശീയപാതയിലൂടെ പോകുന്നവർ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ പോകുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി RRT മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. CK മാധവൻ പറയുന്നു, ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്തു. അതിന് സർക്കാരിനെ കുറ്റം പറയുകയാണ് ആളുകൾ എന്ന് പറയുന്നു. നമ്മളാരും സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ആരാണ് സർക്കാരിനെ കുറ്റം പറയുന്നത് എന്നെനിക്കറിയില്ല.